ഹലോ, നമ്മുടെ മോട്ടോർ സൈക്കിളിലെല്ലാം വന്നിട്ട് നമ്മൾ എഞ്ചിൻ ഫ്ലഷിംഗ് യൂസ് ചെയ്യാറുണ്ട്. സോ ഈ എഞ്ചിൻ ഫ്ലഷിംഗ് വന്നിട്ട് എന്തിനാണ് യൂസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഈ എഞ്ചിൻ ഫ്ലഷിംഗ് വന്നിട്ട് യൂസ് ചെയ്തുള്ള ഗുണങ്ങളും അത് വന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ എഞ്ചിൻ ഫ്ലഷിംഗ് ലിക്വിഡ് വന്നിട്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനിൽ വന്നിട്ട് യൂസ് ചെയ്യേണ്ടത് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ തോട്ട്സ് വന്നിട്ട് ഈ വീഡിയോ കണ്ടന്റ് സെക്ഷൻ ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. സോ ഇനി നമുക്ക് വീഡിയോ ഇട്ട് പോകാം. ആദ്യം എന്തിനാണ് നമ്മൾ എഞ്ചിനിൽ വന്നിട്ട് എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുന്നത്? എഞ്ചിന്റെ അകത്തുള്ള ഓരോ പാർട്സ് വന്നിട്ട് തമ്മിൽ തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ലൂബ്രിക്കേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ വന്നിട്ട് എഞ്ചിനിൽ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ഓരോ പാർട്സുകൾ തമ്മിൽ ഒരയുമ്പോൾ ചെറിയതായിട്ടുള്ള മെറ്റലിന്റെ പാർട്ടിക്കിൾസ് വന്നിട്ട് വരിക തന്നെ ചെയ്യും. എഞ്ചിന്റെ ഉള്ളിൽ പോകുന്ന പെട്രോൾ വന്നിട്ട് ഫുള്ളായിട്ട് കത്തില്ല. അവിടെ വന്നിട്ട് കാർബന്റെ ഡെപ്പോസിറ്റ് വന്നിട്ട് നടക്കും. എഞ്ചിനിൽ വന്നിട്ട് ക്ലച്ച് പ്ലേറ്റ് ഉണ്ട്. ഈ ക്ലച്ച് പ്ലേറ്റ് വന്നിട്ട് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ വന്നിട്ട് ചെറിയ പൊടികളൊക്കെ വെളിയിൽ വരാൻ തുടങ്ങും. സോ ആ പൊടി വന്നിട്ട് എന്തായാലും നമുക്ക് എഞ്ചിൻ ഓയിൽ വന്നിട്ട് മിക്സ് ആയിട്ട് തന്നെ ഉണ്ടാവും. എഞ്ചിൻ ഓയിലുള്ള മിക്സ് ആയിട്ടുള്ള ഡസ്റ്റിനെ എല്ലാം വന്നിട്ട് ഫിൽറ്റർ ചെയ്യാനാണ് നമ്മൾ എഞ്ചിനിൽ വന്നിട്ട് ഓയിൽ ഫിൽറ്റർ വന്നിട്ട് യൂസ് ചെയ്യുന്നത്. ഓയിൽ ഫിൽറ്റർ 25 മൈക്രോൺസ് അളവുള്ള ഡസ്റ്റിനെ മാത്രമാണ് ഫിൽറ്റർ ചെയ്യുക. അതിനെക്കാട്ടിലും ചെറിയതായിട്ടുള്ള ഡസ്റ്റിനെ വന്നിട്ട് ഫിൽറ്റർ ചെയ്യില്ല. സോ ഈ ഡസ്റ്റ് എല്ലാം വന്നിട്ട് എഞ്ചിൻ ഓയിലിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ട് കുറെ നാൾ കഴിയുമ്പോൾ ഡസ്റ്റ് എല്ലാം വന്നിട്ട് എഞ്ചിനിൽ വന്നിട്ട് സ്ലഡ്ജ് ആയിട്ട് ഫോം ആവും. എഞ്ചിനിലെ സ്ലഡ്ജ് വന്നിട്ട് കൂടുമ്പോൾ എഞ്ചിനിൽ വന്നിട്ട് ഓവർ ഹീറ്റ് ആവും. അതുപോലെ തന്നെ പെർഫോമൻസ് കുറയും, മൈലേജ് ഡ്രോപ്പ് ആവും. എഞ്ചിനിൽ വന്നിട്ട് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറയാൻ തുടങ്ങും. ഇതിനെല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഞ്ചിൻ ഫ്ലഷിംഗ് വന്നിട്ട് യൂസ് ചെയ്യുന്നത്. എഞ്ചിൻ ഫ്ലഷ് ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ അഡിറ്റീവ് ആണ്. നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നതിന് മുന്നേ വന്നിട്ട് ഈ എഞ്ചിൻ ഓയിലിൽ തന്നെ ഈ എഞ്ചിൻ ഫ്ലഷ് വന്നിട്ട് ലിക്വിഡ് വന്നിട്ട് ആഡ് ആക്കണം. ആഡ് ആക്കിയതിന് ശേഷം മോട്ടോർ സൈക്കിൾ വന്നിട്ട് ഒരു 10 മിനിറ്റ് ഐഡിയൽ RPM വന്നിട്ട് റൺ ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് എല്ലാ ഗിയറിലും വന്നിട്ട് ഇത് റൺ ചെയ്യിപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ആക്കിയിട്ടുള്ള എഞ്ചിൻ ഫ്ലഷിംഗ് ലിക്വിഡ് വന്നിട്ട് എഞ്ചിൻ ഓയിൽ വന്നിട്ട് മിക്സ് ആവാൻ തുടങ്ങും. മിക്സ് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻ ആകാൻ തുടങ്ങും. സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എഞ്ചിനിലുള്ള എല്ലാ സ്ലഡ്ജിനെയും വന്നിട്ട് എഞ്ചിൻ ഓയിലിൽ വന്നിട്ട് മിക്സ് ആക്കി തരും. നമ്മൾ എഞ്ചിൻ ഫ്ലഷ് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഗിയർ ബോക്സ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറയുന്നത്. ഗിയർ ബോക്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഗിയർ ബോക്സിലുള്ള ഡസ്റ്റും വന്നിട്ട് എഞ്ചിൻ ഓയിലിൽ മിക്സ് ആക്കി തരും ഈ ഒരു ലിക്വിഡ്. അതിനുശേഷം നമ്മൾ എഞ്ചിൻ ഓയിൽ വന്നിട്ട് ഓൾഡ് എഞ്ചിൻ ഓയിൽ വന്നിട്ട് ഡ്രെയിൻ ചെയ്യണം. ഈ ഡ്രെയിൻ ചെയ്യുമ്പോൾ ഡസ്റ്റും അതുപോലെ സ്ലഡ്ജും കാർബൺ ഡെപ്പോസിറ്റ് എല്ലാം വന്നിട്ട് നമ്മുടെ എഞ്ചിൻ ഓയിലിൽ വന്നിട്ട് വെളിയിൽ വരും. അതിനുശേഷം നമ്മൾ പുതിയ എഞ്ചിൻ ഓയിൽ വന്നിട്ട് അതിൽ ഒഴിക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓയിൽ ഫിൽറ്റർ മാറ്റണം. പുതിയ ഓയിൽ ഫിൽറ്റർ വന്നിട്ട് അതിൽ യൂസ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എഞ്ചിനുള്ള സ്ലഡ്ജിന്റെ വേസ്റ്റ് വന്നിട്ട് മാക്സിമം പുറത്തു വരും. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എഞ്ചിൻ വന്നിട്ട് ഓവർ ഹീറ്റ് ആവില്ല. അതുപോലെ തന്നെ മൈലേജ് ബെറ്റർ ആവും, പെർഫോമൻസും ബെറ്റർ ആവും, അതുപോലെ തന്നെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നതും ബെറ്റർ ആവും. എഞ്ചിൻ ഫ്ലഷിംഗ് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനിലെ ബെയറിംഗ് വന്നിട്ട് ഡാമേജ് ആവും. അങ്ങനെ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിലവ് കൂടുള്ളൂ. 30,000 ഇല്ലെങ്കിൽ 35,000 കിലോമീറ്ററിൽ ഒരിക്കൽ മാത്രമാണ് നമ്മൾ എഞ്ചിൻ ഫ്ലഷിംഗ് വന്നിട്ട് യൂസ് ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ, റൈഡ് സേഫ്, സ്റ്റേ ഹാപ്പി.